ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. അബ്കാരി ആക്ട് 1077 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3 ക്ലോസ് 13B. വിദേശ നിർമ്മിത വിദേശ മദ്യം അല്ലാത്ത ഇന്ത്യയിൽ നിർമ്മിച്ച വിദേശ മദ്യങ്ങൾ ഉൾപ്പെട്ട വിഭാഗത്തെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തത് നിർവചനങ്ങൾ. അബ്കാരി ആക്ട് 1077 സാങ്കേതിക നിയമ പദങ്ങളുടെ വ്യാഖ്യാനം നിർവചിച്ചിരിക്കുന്നത് സെക്ഷൻ 3-ലാണ്. 1 മുതൽ 25 വരെയുള്ള ഉപവകുപ്പുകളാണ് അതൊക്കെ അതിൽ വരുന്നത്. 3-ൽ 2B ബോണ്ടഡ് വെയർഹൗസ്, അതായത് കരാറടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെക്കുന്ന സംഭരണശാലകളെയാണ് ബോണ്ടഡ് വെയർഹൗസുകൾ എന്നറിയപ്പെടുന്നത്. അടുത്തത് 3 ക്ലോസ് 5 കോമ്പൗണ്ടിങ് അഥവാ കലർത്തൽ. ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ മണത്തിനോ രുചിക്കോ മാറ്റം വരുത്തുന്ന വസ്തുക്കളോ കൃത്രിമ നിറമോ ചേർക്കുന്നതിനെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നു. സെക്ഷൻ 3 ക്ലോസ് 6 അബ്കാരി ഇൻസ്പെക്ടർ. അബ്കാരി ആക്ട് 1077 സെക്ഷൻ 4 ഉപവാക്യം D പ്രകാരം നിയമിതനായ ഉദ്യോഗസ്ഥനാണ് അബ്കാരി ഇൻസ്പെക്ടർ. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന ഓഫീസർക്ക് അബ്കാരി നിയമത്തിലെ സെക്ഷൻ 40 മുതൽ 53 വരെയുള്ള അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കും. അടുത്തത് സെക്ഷൻ 3 ക്ലോസ് 7 ഇംപ്രിസൺമെൻറ്റ് തടവ് ശിക്ഷ. അബ്കാരി ആക്ട് 1077 ഇംപ്രിസൺമെൻറ്റ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് IPCയിൽ നിർവചിച്ചിരിക്കുന്ന തടവ് ശിക്ഷ തന്നെയാണ്. അടുത്തത് 3 ക്ലോസ് 14 ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ലഹരി മരുന്ന്. 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് NDPSൽ പ്രതിപാദിച്ചിരിക്കുന്ന സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഒഴികെ ലഹരി യുക്തമായ ഏതൊരു വസ്തുവും ലഹരി മരുന്നിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു.